അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, അവൻ്റെ നാവിനാലും അവൻ്റെ കയ്യിലാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കും. തൊപ്പി വെച്ചതുകൊണ്ടോ താടി വെച്ചതുകൊണ്ടോ ഒന്നും നാം ഒരു യഥാർത്ഥ മുസ്ലിമാവുകയില്ല. നമ്മുടെ നാവിനാലും കയ്യിനാലും നാം മറ്റുള്ളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളുമെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ഒരു ദുരവസ്ഥയിൽ നാം പെട്ടുപോകുന്നതാണ്. അതുകൊണ്ട് നാം ഇങ്ങനെയുള്ള പരിപാടി നാം നിർത്തുകയും അത്തീഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ട് നാം അസ്സലാത്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കും. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ വയബ്ഖാ അമലുഹു, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂവെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നാം നിസ്കരിച്ചത്, നോമ്പെടുത്തത്, ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്തത്, ഇവകൾ മാത്രമേ നമ്മുടെ ഖബറിൽ ഉപകരിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തഖ്വ ചെയ്ത് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.